എൻ്റെ പിറകിലുള്ള കുട്ടിയില്ലേ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ ഡേഡ് ഓഫ് കൂൾ വാട്ടർ പെർഫ്യൂം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നോ ഹാഫ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ചൈനയിൽ ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ കേൾക്കുന്നൊരു വാക്കത് നോ ഹാഫ്. ഓക്കെ, ശരിക്കും അവർ ഉദ്ദേശിച്ചത് ഇവിടെ ഇല്ല എന്നാണ്. ശരിക്കും അത് എങ്ങനെയാണ് പറയുന്നത്? ഇത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രമാണ്. വി ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ മതി. വി ഡോണ്ട് ഹാവ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ എൻ്റെ അടുത്തില്ല, എനിക്കില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയും. ഐ ഡോണ്ട് ഹാവ്. അവനില്ല എന്നുണ്ടെങ്കിൽ ഹി ഡോണ്ട് ഹാവ് അല്ല, ഹി ഡസൻ ഹാവ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്തില്ല എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പറയേണ്ടത് എന്താണ്? വി ഡോണ്ട് ഹാവ്. ഓക്കെ, വി ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ മതി. നോ ഹാവ് എന്നത് കേട്ടാൽ മനസ്സിലായെങ്കിലും അത് തെറ്റാണ്. നോ ഹാവ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു ബേസിക് വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. ഏറ്റവും ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വരെ ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അത് നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. കുറേ ഗ്രാമറിൻ്റെ നൂലാമാലകളൊന്നുമില്ല. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ആർക്കും പഠിക്കാം. വളരെ ചെറിയ ഫീ ആണ്. കോഴ്സിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. പുതിയ ബാച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു.